ഇവരിൽ ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്നുള്ളൊരു അടി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല അതെന്തെങ്കിലും അവസാനിക്കുമെന്ന്. ദൈവമാണ്, ദൈവം മനുഷ്യൻ്റെ സ്വരൂപത്തിലേക്ക് വന്നു, പ്രത്യേകിച്ച് ദിവ്യഗർഭത്തിലൂടെയൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സുഹൃത്തുക്കളൊക്കെ ശബരിമലയിൽ പോയിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാനത് കഴിക്കാറുണ്ട്. പക്ഷേ ബൈബിളിൽ വെറുപ്പിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? സന്തോഷം മാത്രമാണോ, സ്നേഹം മാത്രമാണോ, സഹജീവി സ്നേഹം മാത്രമാണോ, അതോ വെറുപ്പിനെക്കുറിച്ച് എവിടെയെങ്കിലും പരാമർശിക്കുന്നുണ്ടോ? അന്യമതസ്ഥരെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഏതവനാണെങ്കിലും നിൻ്റെ വിശ്വാസത്തിനെതിരായിട്ട് നിന്നോട് പറയുന്നുണ്ടെങ്കിൽ കൊന്നുകളാ, സിമ്പിളായിട്ട് കൊന്നുകളാ, കുഴപ്പമില്ല, നേരെ പോരാ. ആ കൊന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗമുണ്ട്. സ്നേഹിക്കാൻ പറയുകയാണ്. മറ്റു വിശ്വാസമുള്ളവരെ നിങ്ങൾ എങ്ങനെ ഒരു സമൂഹത്തിൽ നിങ്ങളോട് ഒരുമിച്ച് ചേർത്ത് വെച്ച് ജീവിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായ സ്നേഹ സന്ദേശമാണ് യഹോവ ഇതിലൂടെ നമുക്ക് ആഹ്വാനം ചെയ്യുന്നത്. ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഔട്ട്ഡോർ ആണുള്ളത്. അതുകൊണ്ട് ഇതെങ്ങനെ ആയിത്തീരുമെന്ന് എനിക്കറിയത്തില്ല. ലൈറ്റിംഗ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. സൺലൈറ്റ് വരും പോകും. വിൻഡ് നല്ല രീതിയിൽ സ്ട്രോങ് ആണ്. എല്ലാവരും പറയുന്ന കാര്യമാണ്, മതങ്ങൾ സ്നേഹം പഠിപ്പിക്കുന്നു, സമാധാനം പഠിപ്പിക്കുന്നു, എത്തിക്സ് പഠിപ്പിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് മതം മുന്നിട്ട് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും വെറുപ്പും അനീതിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇതിന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നോക്കാം. ബൈബിളിൽ വെറുപ്പിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? സന്തോഷം മാത്രമാണോ, സ്നേഹം മാത്രമാണോ, സഹജീവി സ്നേഹം മാത്രമാണോ, അതോ വെറുപ്പിനെക്കുറിച്ച് എവിടെയെങ്കിലും പരാമർശിക്കുന്നുണ്ടോ? അന്യമതസ്ഥരെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സൺലൈറ്റ് നന്നായിട്ട് കൂടി വരുന്നുണ്ട്. ഞാനും മമ്മൂട്ടിയൊക്കെ ഒരേ വേവ് ലെങ്ത് ആയതുകൊണ്ട് ഒരു സൺഗ്ലാസ് വെച്ചിട്ട് സംസാരിക്കാം. 2 കൊരിന്ത്യർ 6:14-16 വരെ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാമനും തമ്മിൽ എന്തു പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തു ഓഹരി. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നല്ലോ. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ടു. നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഗോഡ് യഹോവ. ഇവിടെ എന്താണ് പറയുന്നത്? അവിശ്വാസികളെന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തീയ വിശ്വസിക്കാത്തവരെയാണ് അവിശ്വാസികളെന്ന് പറയുന്നത്. അതും ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല സെപ്പറേഷൻസ് ഉണ്ട്. ഇവരിൽ ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്നുള്ളൊരു അടി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല അതെന്തെങ്കിലും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത് അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്, അവരോട് ഒരു കൂട്ടുകെട്ടിനും പോകരുത്. പിന്നെ അവരുമായിട്ട് നമുക്ക് എന്താണ്? വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ എന്താണ് ചേർച്ച? വെളിച്ചം നമ്മളാണ് കേട്ടോ, അവിശ്വാസികളാണ് ഇരുൾ. അപ്പോൾ അവരുമായിട്ട് ഒരു കമ്പനിക്കും പോകണ്ട. ക്രിസ്തുവിനും ബലിയാമനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. ഒരു ഓഹരിയുടെയും കാര്യമില്ല. നോ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നതിനൊക്കെ ഇതൊക്കെ പല യൂട്യൂബിലെ പാസ്റ്റർമാരുടെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഞാനായിട്ട് എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ പറയുന്നു എന്ന് പറയണ്ട. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ കോമഡിയൊക്കെ കേൾക്കാം. നല്ല രസം അതൊക്കെ കേൾക്കാൻ. ഈ കഥാപ്രസംഗം പോലെ ബൈബിളിൽ നിന്ന് കുറച്ച് വചനങ്ങൾ വായിക്കും, പിന്നെ കുറേ ചെണ്ടകൊട്ടും തബലയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കഥാപ്രസംഗം സ്റ്റൈലാണ്. ഇടയ്ക്ക് മറ്റേ DJ ഒക്കെ വരും. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ടു. നിങ്ങളെ കൈക്കൊള്ളണമെങ്കിൽ അശുദ്ധമായതൊന്നും തുടരുത്, അവരുടെ ഇടയിൽ നിന്ന് മാറിയിരിക്കണം എന്നീ കുറേ നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എൻ്റെ ജനമായിരിക്കത്തുള്ളൂ. രണ്ടാമത്തേത് ആവർത്തന പുസ്തകം 7:1-6 വരെ. നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗിർഗീഷ്യർ, അങ്ങനെ കുറേ കനാന്യർ, അങ്ങനെ കുറേ ടീമുകൾ എന്നീ 7 മഹാജാതികളെ നിൻ്റെ മുന്നിൽ നിന്ന് നീക്കിക്കളയും. നിൻ്റെ ദൈവമായ യഹോവ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. എന്തൊരു സ്നേഹമാണ് പഠിപ്പിക്കുന്നതെന്ന് നോക്കി. എന്തൊരു സഹജീവികളോടുള്ള ആ ഒരു സ്നേഹത്തിനെ കുറിച്ച് എത്ര മഹത്തരമായിട്ടാണ് നമ്മുടെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊന്ന് ഓർത്തു നോക്കി. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെ സഹജീവികളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? അവരെ എങ്ങനെ ഒരു മറ്റു മനുഷ്യനായിട്ട് നമ്മൾക്ക് കണക്കാക്കാൻ കഴിയും? നമ്മളിൽ ഒരാൾ, ഹോമോസാപ്പിയൻസ്. അതാണ് ബൈബിൾ. അതാണ് ബൈബിൾ വെക്കുന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആശയം. അവരുമായി വിവാഹബന്ധം ചെയ്യരുത്. നിൻ്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിൻ്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത്. ഇൻ്റർ റിലീജിയൻ ഫെയ്ത്ത് മാരേജൊക്കെ അങ്ങോട്ടങ്ങ് മാറ്റി വെച്ചേക്കാൻ, അതൊന്നും ഇവിടെ വില പോകത്തില്ലെന്ന്. അന്യദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിൻ്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും. യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും. ഐസൊലേറ്റ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകും. കാരണം വേറെ വിശ്വാസങ്ങൾ അറിയും, നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടൊരു മൈൻഡ് വരും. ആകയാൽ നിങ്ങൾ അവരോട് ഇങ്ങനെ ചെയ്യണം: അവരുടെ ബലിപീഠങ്ങളെ ഇടിക്കണം, അവരുടെ ബിംബങ്ങളെ തകർക്കണം, അവരുടെ അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം, അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ടുകളയണം.
നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഫ്രീ വില്ലുള്ളത്? അതും ഒരു സംശയമുണ്ട്. എനിവേ, ഫ്രീ വില്ലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും ഈ സ്നേഹത്തിൻ്റെ വചനങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അടുത്തത് ആവർത്തന പുസ്തകം 13:8 മുതൽ 10 വരെ. നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് നിന്റെ അമ്മയുടെ മകനായ നിന്റെ സഹോദരനോ നിന്റെ മകനോ മകളോ നിന്റെ മാർവിടത്തിലുള്ള ഭാര്യയോ നിന്റെ പ്രാണസ്നേഹിതനോ രഹസ്യമായി പറഞ്ഞ് നിന്നെ വശീകരിക്കാൻ നോക്കിയാൽ അവനോട് യോജിക്കുകയോ അവൻ്റെ വാക്ക് കേൾക്കുകയോ ചെയ്യരുത്. അവനോട് കനിവ് തോന്നുകയോ അവനോട് ക്ഷമിച്ച് അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കൊന്നുകളയണം. കൊന്നുകളയണം. അവനെ കൊല്ലേണ്ടതിന് ആദ്യം നിൻ്റെ കൈയും പിന്നെ സർവ്വജനത്തിൻ്റെ കൈയും അവൻ്റെ മേൽ ചെല്ലണം. ഇതിനെ നമ്മൾ വളരെ ചുരുങ്ങിയ വാക്കിൽ മോബ് ലിഞ്ചിങ് എന്ന് പറയും. നമുക്കറിയാമായിരിക്കും, അട്ടപ്പാടിയിൽ മധു എന്ന് പറഞ്ഞൊരു സഹോദരനെ കുറേ നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു. അതിപ്പം ഈ വിശ്വാസമായി ചേർന്നല്ല, അതൊരു വംശീയതയുടെ പേരിലാണ് അവിടുത്തെ ആ ഒരു വെറുപ്പുണ്ടായത്. ഇവിടെ പറയുന്നത് നിൻ്റെ രക്തബന്ധത്തിലുള്ള സഹോദരനോ മകനോ മകളോ ഭാര്യയോ കൂട്ടുകാരനോ ഒന്നും നോക്കണ്ട. ഏതവനാണെങ്കിലും നിൻ്റെ വിശ്വാസത്തിനെതിരായിട്ട് നിന്നോട് പറയുന്നുണ്ടെങ്കിൽ കൊന്നുകളാ, സിമ്പിളായിട്ട് കൊന്നുകളാ, കുഴപ്പമില്ല, നേരെ പോരാ. ആ കൊന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്വർഗമുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു നിയമവ്യവസ്ഥയൊക്കെ മെച്ചപ്പെട്ടതിന് ശേഷമാണ് ആർക്കും കൊല്ലാൻ കഴിയാത്തത്. അതിൽ വളരെ പ്രാണസങ്കടം ഇവർക്കുണ്ടെന്ന് തോന്നുന്നു. എനിവേ, ഇപ്പോൾ കൊല്ലാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഐസൊലേറ്റ് ചെയ്തും ഇതൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തും വർഗീയത സൃഷ്ടിച്ചും അവരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തി തമ്മിലടുപ്പിച്ച് സുഖിച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു ഈ മതപുരോഹിതന്മാർ. അടുത്തത് പുറപ്പാട് 34:12 മുതൽ 16 വരെ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളുക. അമോര്യർ, കനാന്യർ, നേരത്തെ പറഞ്ഞ 7 ടീമുകൾ ഞാൻ നിൻ്റെ മുന്നിൽ നിന്ന് ഓടിച്ചു കളയും. നീ ചെല്ലുന്ന ദേശത്ത് നിവാസികളോട് നീ ഉടമ്പടി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക, അല്ലാഞ്ഞാൽ അത് നിൻ്റെ മധ്യേ ഒരു കണിയായിരിക്കും. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. എഗെയിൻ, സ്നേഹിക്കുക. മറ്റുള്ള മതക്കാരെ, അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ ആചാരങ്ങളെ സ്നേഹിക്കുക. അവരോട് സഹവർത്തിത്വത്തിൽ പോകാമെന്ന് യഹോവ വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ്. അന്യദൈവത്തെ നമസ്കരിക്കരുത്. യഹോവയുടെ നാമം തീക്ഷ്ണൻ എന്നാകുന്നു. അവൻ തീക്ഷ്ണതയുള്ള ദൈവം തന്നെ. അടുത്തൊരു ഡെഫിനിഷൻ വന്നിട്ടുണ്ട്. സ്നേഹം, സമാധാനം, സ്വസ്ഥത, കാരുണ്യവാൻ എന്നതിനൊക്കെ ശേഷം തീക്ഷ്ണൻ. ഇതൊന്നും അവർ പറയത്തില്ല കേട്ടോ. നല്ല നല്ല വാക്കുകൾ വിശ്വാസികൾ ഇങ്ങനെ പുറത്തോട്ടെടുത്ത് വെച്ച് മാർക്കറ്റ് ചെയ്യത്തുള്ളൂ. ഈ തീക്ഷ്ണൻ അല്ലെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്തവൻ എന്നൊക്കെ ഇതിനകത്തുള്ളതൊക്കെ അവരങ്ങ് അമക്കും. ചിലപ്പോൾ ഈ തീക്ഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ അർത്ഥം കാരുണ്യവാൻ എന്നൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കുള്ള അറിവുകേടായിരിക്കും. ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും അവരുടെ പുത്രിമാരിൽ നിന്ന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുമ്പോൾ നിൻ്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുവാൻ ഇടവരരുത്. മറ്റുള്ള വിശ്വാസങ്ങളുടെ ഫെസ്റ്റിവൽസിലും കാര്യങ്ങളും ഒക്കെ പോകാതിരിക്കാനായിട്ട് ഇവരെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താനായിട്ട് ഇവരെടുത്ത് പറയുന്ന കാര്യങ്ങൾ. വിഗ്രഹാർപ്പിതമായതൊന്നും കഴിക്കരുത്, അല്ലാതൊരു ബൈബിൾ വചനമുണ്ട്, അതും എടുത്തു പറയും, ഇതും എടുത്തു പറയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസംഗം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ പണ്ട് അരവണ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ശബരിമലയിൽ പോയിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാനത് കഴിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് പലരും വിശ്വാസത്തിലുള്ളവരെ അവരെ പ്രസംഗിക്കാറൊക്കെ ഉണ്ട്. ആ ഒരു സീസണൊക്കെ എത്തുമ്പോഴത്തേന് പ്രത്യേകിച്ച് പ്രസംഗമൊക്കെ വരാറുണ്ട് ഇതിനെക്കുറിച്ച്. അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, വിഗ്രഹാർപ്പിതമായതൊന്നും കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. സാധാരണ ഒരു ഫുഡ്. അടുത്തത് സങ്കീർത്തനം 139:21 മുതൽ 22 വരെ. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു, അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ദാവീദ് ജി പറഞ്ഞതാണിത്. യഹോവയെ പകയ്ക്കുന്നവർ. യഹോവയെ പകയ്ക്കുക എന്ന് പറയുമ്പോഴത്തേന് യഹോവയെ വന്നിട്ട് ചീത്ത വിളിക്കണം എന്നൊന്നുമില്ല. യഹോവയിൽ വിശ്വസിക്കാത്തവരെല്ലാം യഹോവയെ പകയ്ക്കുന്നവരും പാപികളും ഒക്കെയാണ്. അവരോട് എങ്ങനെ വേണം എന്ന് ദാവീദ് ജി കൃത്യമായി പറയുന്നതാണ്. അടുത്തത് 2 യോഹന്നാൻ 1:7 മുതൽ 11 വരെ. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു എന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ളവരൊക്കെ. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ, ദൈവം ഒരു മനുഷ്യൻ്റെ സ്വരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു എന്ന് വിശ്വസിക്കാൻ കഴിയാത്തവർ, ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇച്ചിരി തലമണ്ടയൊക്കെ ഉള്ളവർക്ക് ഒരിക്കലും അതിനെ അങ്ങനെ. യേശു, ജീസസ് എന്ന് പറഞ്ഞ ഒരാളൊരു ഫിലോസഫർ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, അംഗീകരിക്കാം. ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിബേറ്റബിൾ.
പക്ഷേ ദൈവം മനുഷ്യൻ്റെ സ്വരൂപത്തിലേക്ക് വന്നു, പ്രത്യേകിച്ച് ദിവ്യഗർഭത്തിലൂടെയൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവം ഇല്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ട് അല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവനെ കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് പലരും എന്നെ ഇപ്പോൾ ഒരു ശത്രുവായി കാണുന്നതും അല്ലെങ്കിൽ അവർക്ക് എന്നോട് സഹവാസം അനുഷ്ഠിക്കാനായി വളരെ ബുദ്ധിമുട്ടുള്ളതും എന്നുള്ളതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണിത്. അവർ എൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ, ഇതിലാദ്യം പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തുവിനെ അങ്ങനെ വന്ന ആളല്ലെന്ന് പറയുന്നവരെല്ലാം എതിർ ക്രിസ്തുവും ദോഷം ചെയ്യുന്നതിനുമാണ്. അപ്പോൾ എന്നെ അവരുടെ വീട്ടിൽ കൈക്കൊണ്ട് എന്നോട് സഹവർത്തിത്വം പുലർത്തിക്കഴിഞ്ഞാൽ അവരും ഇതിൻ്റെ ഒരു കൂട്ടാളിയാണെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ബൈബിൾ വചനങ്ങൾ, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ബൈബിൾ വചനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കെന്ത് മനസ്സിലാകും? കൃത്യമായി മനുഷ്യരെ തമ്മിൽ അകറ്റാനും അവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ഓരോ അറകലിലാക്കി മാറ്റി നിർത്താനും, ഇവൻ ആ വിശ്വാസി, ഇവൻ ഈ വിശ്വാസി, അവനോട് സഹവർത്തിത്വം പാടില്ല, ഇവൻ്റെ വിശ്വാസങ്ങളിൽ ഫോളോ ചെയ്യാൻ പാടില്ല, അവനിനിയും ആരായാലും ഏത് രക്തബന്ധമായാലും തല്ലിക്കൊന്നേക്കണം എന്നൊക്കെ സാഹോദര്യത്തിലും സ്നേഹത്തിലും പറഞ്ഞ വചനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതൊരു മതത്തെയും പോലെ തന്നെ ഈ ഒരു ബൈബിളും അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസവും എല്ലാ മതത്തെയും പോലെ തന്നെ മനുഷ്യരുടെ ഇടയിൽ വേർതിരിവ് സൃഷ്ടിക്കാനും മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യത്തെ, സ്നേഹത്തെ, അതിൻ്റെ ഇടയിൽ ഒരു വർഗീയത സൃഷ്ടിക്കാനും മാത്രമായി എഴുതപ്പെട്ടതും അതിനായിട്ട് ഉണ്ടാക്കിയൊരു പുസ്തകവും തന്നെയാണ്. അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം സ്നേഹമാണ്, സാഹോദര്യമാണ്, സർവത്ര നന്മയാണ് ബൈബിൾ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഒന്ന് ആലോചിക്കുക, ചിന്തിക്കുക, എന്നിട്ട് സ്വയമേ വിലയിരുത്തുക. ഇതൊക്കെ സ്നേഹമാണോ? മറ്റൊരു മനുഷ്യനെ എനിക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയുന്നുണ്ടോ? ഏറ്റവും സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പുസ്തകത്തിനെയും അടിസ്ഥാനപ്പെടുത്തണ്ട, എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുക, അവരെ ഒരേപോലെ സ്നേഹിക്കുക. നിങ്ങളുടെ പള്ളിയിൽ വരുന്ന ഒരാളോട് തോന്നുന്ന അതേ അനുകമ്പയും സ്നേഹവും നിങ്ങൾക്ക് മറ്റൊരു വിശ്വാസം ഫോളോ ചെയ്യുന്ന ആളോട് തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ യഥാർത്ഥമായ ഒരു മനുഷ്യസ്നേഹിയല്ല, മറിച്ച് ഒരു വർഗസ്നേഹിയാണ്. അത് മാറ്റിവെക്കേണ്ട സമയം ഏറ്റവും അതിക്രമിച്ചു കഴിഞ്ഞു. ഇപ്പോഴേ ഈ ഒരു വർഗീയത, വേർതിരിവൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെയിൽ സന്തോഷമായി സമാധാനമായി ജീവിക്കാം. അപ്പോൾ ഈ വേർതിരിവുകളെ തിരിച്ചറിയുക. ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ആർക്കും ആവശ്യമില്ല. ഇതൊക്കെ മാറ്റി കുപ്പത്തൊട്ടിയിലിട്ടിട്ട് മനുഷ്യന്മാരെ മനുഷ്യരായി കണ്ട് സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കുടു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.